നല്ല ലെയറൊക്കെ ഇട്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എന്നാൽ അങ്ങനെ ഒരു നല്ല ഒരു കേരള പൊറോട്ടയുടെ റെസിപ്പിയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായി കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 250 ml 3 കപ്പാണ് ഞാൻ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൈദ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ പൊറോട്ട നമ്മൾ ചുട്ടെടുത്ത് വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ലാസ്റ്റ് പറയാം നമ്മൾ എത്ര വെള്ളം ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തു. പിന്നെ ഒരല്പം എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂർ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റൊന്നും അല്ല, ഒരു 10 മിനിറ്റിന് മുകളിൽ കുഴച്ചെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ സമയം വരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 2 മണിക്കൂർ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നല്ലതുപോലെ ഇതായിട്ട് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല പാത്രത്തിൽ വെച്ചിട്ടോ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് രണ്ടായിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഓരോരോ കട്ട് ചെയ്ത ഓരോ പീസ് എടുക്കുക. അതിനുശേഷം ഇത് കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഈ ഒരു സൈഡിൽ വേണം നമ്മൾ ബോളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ബോളാക്കുമ്പോഴത്തേക്കിനും നല്ല റൗണ്ട് ഷേപ്പിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള എല്ലാം നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 1-2 എണ്ണം ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇതും നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ്, ഒരു 15 to 30 മിനിറ്റ് നമ്മൾ ഈ ബോൾസ് ആക്കിയതിന് ശേഷം വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബോൾസ് നമുക്ക് നല്ലതുപോലെ അങ്ങ് വലിഞ്ഞ് വരും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഒന്ന് നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലും ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകൾ ഭാഗം അങ്ങ് ഡ്രൈ ആയി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ ഒരു റാപ്പ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടോ ഒന്ന് മൂടിയിടാം. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റ് സമയം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പം തന്നെ മനസ്സിലാകും നല്ലതുപോലെ അയഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് റോളർ പിന്നോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. ഇതുപോലെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ അയച്ച് ഇട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇതെല്ലാം നമ്മളിതാ റോൾ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം കയ്യിലൊരല്പം എണ്ണ തേക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൈയുടെ ഉള്ളം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം ഇതുപോലെ ഓരോ സൈഡും നമ്മൾ ലെവൽ ചെയ്തൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നും നല്ല ചൂടായിരിക്കുന്ന തവയിലേക്ക് ഇട്ടിട്ട് 3 പ്രാവശ്യം തിരിച്ചു കൊടുത്താൽ മതി. അതായത് ഫസ്റ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരൽപ്പം ഓയിലൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ തിരിച്ചിട്ട് എടുക്കുക. അത്രയും മാത്രം മതിയാകും. ഒരുപാട് നേരം നമ്മൾ ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ പൊറോട്ട ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ലെയറെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് തിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടുത്തടുത്തത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നമ്മളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 2, 3 ഒക്കെ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു 5 എണ്ണം ആകുന്ന സമയത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പം ഒരു 3 മുതൽ 5 വരെ ആകുന്ന സമയത്ത് ഇളം ചൂടോടുകൂടി അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊന്ന് ആറി വരുന്ന ടൈമിൽ വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ അപ്പോഴും ഒരല്പം ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ നമ്മളിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെയറൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. നോക്കിയാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നല്ല രുചികരവുമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.